നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇതൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മസ്റ്റായിട്ടൊന്ന് കാണണം. കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് ഏറ്റവും വലിയ ശാപം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള സംഘപരിവാറിനും കാസയ്ക്കും വേണ്ടി വിടുപണി ചെയ്യും അവൻ്റെ അടിവസ്ത്രം താങ്ങി നടക്കുന്ന കുറെ മരപ്പട്ടി വാണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുത്തനാണ് ക്ലോസറ്റ് ആരിഫ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ. സ്വന്തം മാതാവ് മരണപ്പെട്ടപ്പോഴത്തേക്ക് മാതാവ് ഹൂറന്മാരത്തേക്ക് പോയി എന്ന് പറഞ്ഞ തന്തക്ക് പറക്കാത്ത ഒരു വൃത്തികെട്ടവനാണ് ഇവനെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. സാധാരണ ഇവർ ഈ ചാനലിനകത്താണ് ഈ ചർച്ചകൾക്ക് വരാറുള്ളത്. കാരണം അതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു ഒന്നാന്തര സെപ്റ്റി ടാങ്ക് ആണല്ലോ. ഇതിനകത്ത് സെപ്റ്റി ടാങ്കിലാണ് ഇവൻ വന്നിട്ട് ഇങ്ങനെ കൊണയടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2-3 മാസങ്ങൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയിൽ ഒരു എക്സ് മുസ്ലിമിനെ കുത്തി പരിക്കേൽപ്പിച്ച് 2 പേരെ പോലീസ് വെടിവെച്ചു എന്നുള്ളൊരു വാർത്ത പിന്നീട് നമ്മൾ കേട്ടായിരുന്നല്ലേ. അവരായിരുന്നുവെന്നും അവൻ എന്തായിരുന്നുവെന്നും കേരളത്തിലെ ജനങ്ങൾക്കൊന്നും അറിയില്ല. ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ കൈ വെട്ടണം, കാല് വെട്ടണം, അല്ലെങ്കിൽ അവനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി കളയണം എന്നുള്ള ആ ഒരു നറേറ്റീവായിട്ടുള്ള വാർത്തകൾ ഈ സംഘപരിവാറിനും കാസയ്ക്കും വേണ്ടി വർഷങ്ങളായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവനെപ്പോലുള്ള ചില മരപ്പട്ടി വാഴകൾ നമ്മുടെ കേരളത്തിൽ. അപ്പോൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഇവൻ മലൻ ടി വിക്കകത്ത് വന്നിരുന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാണ്, അവരുടെ ചിന്താഗതി ഇതാണ്, അവരെ പഠിപ്പിക്കുന്ന ഇതാണെന്നൊക്കെ പറഞ്ഞ് വർഷങ്ങളായിട്ട് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഇവന്മാരാരാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവന്മാരെ ഓരോരുത്തരുടെയും ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്കറിയാം. 10 മാസം നൊന്ത് പ്രസവിച്ച മാതാവ് ഹൂറന്മാരുടെ അടുത്തേക്ക് പോയെന്ന് പറയുകയും നാട് മുഴുവൻ ചുറ്റി പെണ്ണും കെട്ടി അതിലെല്ലാം കുട്ടികളെ ഉണ്ടാക്കി കഞ്ചാവ് മയക്കുമരുന്ന് അടിച്ച് ലെവൽ തെറ്റി കോണക തെറ്റി നടക്കുന്ന ഇവന്മാരാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപവും. ഇവന്മാരാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ തീവ്രവാദികളും. നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഷെഫീനാണ് ഈ ഒരു 7 മിനിറ്റ് ഉണ്ട് ഈ ഒരു വീഡിയോ. നിങ്ങളിത് മുഴുവനായിട്ടൊന്ന് കേൾക്കണം. കാരണം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. അത് 100% സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇവനെപ്പോലെ തട്ടിപ്പും ഫ്രോഡും നടത്തി സംഖ്യകളെയും കാസകളെയും പറ്റിച്ച് ഊമ്പിച്ചും അവൻ്റെ ഇന്ന് ഞണ്ണിക്കൊണ്ടിരിക്കുന്ന ഇവനെപ്പോലുള്ള കുറെ പുഴുത്ത ജന്മങ്ങളുണ്ടല്ലോ. ഈ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന ഇവന്റെയൊക്കെ പ്രവർത്തികൾ എന്താണെന്ന് നിങ്ങൾ കേട്ടോ. ആക്ച്വലി ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് KUNMന്റെ ഒരു പ്രസ്താവനയാണ്. ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, ഇന്നലെ ഇട്ട പോസ്റ്റാണ്. നമുക്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ ശ്രീരാമചന്ദ്രന്റെ ഓർമ്മ ദിവസത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. കുടുംബത്തെ സന്ദർശിച്ചു. സംസാരിക്കാൻ പറഞ്ഞ നേരം ഭാരതാൽ മുഴുവിപ്പിക്കാൻ സാധിക്കില്ല എന്നറിയാമായിരുന്നതിനാൽ എഴുതി വായിക്കുകയാണ് ചെയ്യുന്നത്. അത് വായിച്ചോണം. കാരണം പുള്ളിക്ക് അത് പറയാൻ പറ്റുന്നത് വികാര വിക്ഷോഭ തള്ളലിലാണ് പുള്ളിക്കാരനുള്ളതെന്നാണ് പറയുന്നത്. പഹൽഗാമിൽ നടന്നത് ഒരു ഭീകരാക്രമണം തന്നെയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തിൽ അതിക്രമിച്ച് കടന്ന വൃത്തികെട്ട ജന്തുക്കളെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഭീകര വസ്തുതയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കോമൺ സെൻസ് വേണം. കോമൺ സെൻസ് ഇല്ലാത്ത സംഖ്യകളെ ദയവ് ചെയ്ത് സ്കിപ്പ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അത്യാവശ്യം പൊതുബോധമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യദ്രോഹികളുമായി സംസർഗം വയ്ക്കുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൗര എന്ന നിലയിൽ രാജ്യദ്രോഹപരമായ ഒരു തെറ്റാണ്. ആ ക്രൈം ചെയ്യാത്തവർക്കെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുക, അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ചു പോകാം. പ്രത്യേകിച്ച് RSSകാർക്ക് വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എന്നാലും കണ്ടോ കേട്ടാ, ചുമ്മാ നേരം പോകും. പ്രിയ സുഹൃത്തുക്കളെ, ആദരണീയരായ കുടുംബാംഗങ്ങളെ, ഭാരമുള്ള ഹൃദയത്തോടെയാണ് നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. രാമചന്ദ്രൻ ചേട്ടന്റെ വിയോഗത്തിലുള്ള കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. മീ ടു, ഹാർട്ടി കണ്ടോളൻസ്. അതോടൊപ്പം പഹൽഗാം ഭീകരാക്രമണത്തിൽ പൊരിഞ്ഞ ഓരോ നിഷ്കളങ്ക ജീവനെയും ഞാൻ ഇവിടെ സ്മരിക്കുന്നു, പ്രണാമം അർപ്പിക്കുന്നു. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. സമാധാനവും സൗന്ദര്യവും തേടി കാശ്മീരിലെത്തിയ സാധാരണക്കാരായിരുന്നു അവർ. ആയുധങ്ങളില്ലാതെ ആരെയും ഭീഷണിപ്പെടുത്താത്ത പച്ചയായ മനുഷ്യർ. അതുകൊണ്ട് തന്നെയാണ് ഈ മുറിവിന് ഇത്രത്തോളം ആഴമുള്ളതും വേദനയേറുന്നത്. എന്തായാലേ ഇവൻ ഭയങ്കര സാഹിത്യകാരനായി മാറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് കേവലം വിലപിക്കാനല്ല, നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ഉത്തരവാദിത്തമായി മാറണം എന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ്. ഈ ദുഃഖം വ്യക്തതയും വേദന മുൻകരുതലായും മാറണം. മനുഷ്യരെ വെറും അക്കങ്ങളായി ചുരുക്കാനാണ് ഭീകരവാദം എക്കാലവും ശ്രമിക്കുന്നത്. ആഹാ, എന്നാൽ പരിഷ്കൃതമായ ഒരു സമൂഹം അത് വിസമ്മതിക്കുന്നു. അപ്പൊ വിസമ്മതം എത്രത്തുള്ളത് കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. പോട്ടെ, പഹൽഗാം ആക്രമണം വെറും ഒരു ക്രൂരതയായിരുന്നില്ല. കൃത്യമായ ലക്ഷ്യം വെച്ചുള്ള വെറുപ്പായിരുന്നു, മതപ്രേരിതമായ തീവ്രവാദമായിരുന്നു. കുറെ പേര് അത്യാവശ്യ ബോധ നിലവാരത്തോടുകൂടി ശക്തമായി അതിനെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ, രേഖകൾ വെച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടി ഇരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇപ്പുറത്തുള്ള അതിനേക്കാൾ തീവ്രവാദത്തിനേക്കാൾ ഭീകരമായ രാജ്യദ്രോഹികൾ എന്ന് ഞാൻ പറയും. ഈ വിഷയത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് വളരെ വലിയ നഷ്ടമാണ്. പക്ഷെ ചെയ്തത് ആരാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മൾ ചെയ്യേണ്ടത്. എന്തൊരു സെക്ഷൻ എടുക്കും, ഇപ്പൊ ഗുജറാത്ത് കലാപത്തിനെ എടുത്താലും മണിപ്പൂർ കലാപത്തിനെ എടുത്താലും എന്ത് സംഗതി എടുത്താലും അതിന്റെ പിൻഭാഗം നമ്മൾ ആലോചിക്കണം. എന്തായിരുന്നു അതിന്റെ പിൻവിളവുകൾ, എന്തുകൊണ്ട്, എവിടെ തുടങ്ങിയെന്ന്. ഇപ്പൊ ഗുജറാത്ത് കലാപത്തിനെ പറ്റി പറഞ്ഞ ഉടനെ എല്ലാം ഉറപ്പാക്കി പിടിച്ചോണ്ട് വരുന്ന ഗോദ്ര എക്സ്പ്രസ് എന്ന് പറയും. ഈ സംഗതിക്ക് മുമ്പ് വേറൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു, ബാബറി മസ്ജിദ്. അതാർക്കും പറയാൻ വയ്യ, അത് പറയുമ്പോൾ ആക്കി പിരിവെട്ടും. മനസ്സിലായില്ലേ? ഒരു വിഭാഗം ജനതയെ അനാവശ്യമായി നോക്കുകയും അവരുടെ തലയിൽ കയറി നിറങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടുന്ന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ക്രൈം ആകുന്ന ഒരു രീതി. ഉച്ചനീചത്വങ്ങൾ ചിന്തിക്കുന്ന തമ്പുരാട്ടി ലെവലിൽ ഇരിക്കുന്ന മന്ദബുദ്ധികൾക്ക് അത് പ്രശ്നം. അവർക്ക് ആട്ടിപ്പടയ്ക്കാൻ പറ്റത്തില്ല. നമുക്കിരുന്ന് തിന്നണം, ബാക്കിയുള്ളവരെല്ലാം നമ്മൾ അടിമകളാണെന്നുള്ള ചിന്താധാര ഇവർ വളർന്നു വന്നാൽ സാധിക്കത്തില്ല. ഇതാണ് അവിടെ നടക്കുന്ന പ്രോബ്ലം എന്നാണ് എന്റെ ഒരു തിരിച്ചറിവ്. എന്റെ ബോധം അങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ആരിഫ് ഹുസൈനും മരിയോ ജോസഫും പോലുള്ള ആൾക്കാർക്ക് സ്വന്തം വ്യക്തി ജീവിതത്തിലുള്ള കള്ളങ്ങൾ മറച്ചു വെക്കാനാണ് എക്സ് മുസ്ലിം എന്നൊരു പുറംചട്ട അവരെടുത്തിട്ടിരിക്കുന്നത്. എന്താണ് എക്സ് മുസ്ലിം?
മുമ്പ് മുസ്ലിമായിരുന്നു, ഇപ്പം മുസ്ലിം അല്ല, അത്ര തന്നെ. ഇവന്റെ അടുത്തൊക്കെ മര്യാദയ്ക്ക് ഖുർആനെന്ന് ചോദിച്ചു നോക്കിയാലില്ല. അറ്റവും മൂലം അരുവും കുറയും പറയും. ഇവനൊന്നും ഇസ്ലാമിക രീതിയിൽ ജീവിക്കാൻ തയ്യാറല്ലാതിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവർ എക്സ് ആവുന്നത്. എക്സ് മുസ്ലിം യൂട്യൂബർ സലീം വസ്തിക്ക് നേരെ ക്രൂരമായ വധശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. ഗാസിയാബാദിലെ ലോണിയിലുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ രണ്ടംഗ സംഘം വസ്തിക്കിന്റെ കഴുത്തിലും വയറിലും മാരകമായി കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. നിലവിൽ ഡൽഹിയിലെ GTB ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇസ്ലാമിക പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും തീവ്ര നിലപാടുകളെ പരസ്യമായി വിമർശിച്ചിരുന്ന ഒരാൾ കൂടിയാണ് സലീം. ഈ വിഷയം നടന്നിട്ട് 2 മാസമായി കേട്ടോ. 2 മാസം മുമ്പ് വന്ന വാർത്തയാണ്. അപ്പൊ ഈ സലീം കുസ്തിക് എന്ന് പറയുന്ന ഈ കുസ്തിക്കിന് 2 പള്ള കണ്ടാരുടെ കുത്തി, 2 പേരും ഒന്ന് കുത്തി. ആ 2 പേരെ പോലീസ് ഷൂട്ട് ചെയ്തു കളഞ്ഞു. അതായത് അങ്ങനത്തെ ക്രൈം ചെയ്യുന്ന, വയലൻസ് ചെയ്യുന്നവരെ കൊന്നുകളയാണ് നല്ലത്. അതാണ് നല്ലത്. അങ്ങനെ ഇവരെ കുത്തേണ്ട കാര്യം എന്താ? മുഹമ്മദ് നബി പറഞ്ഞോ അല്ലെങ്കിൽ ഖുറാനികപരമായിട്ട് പ്രശ്നങ്ങൾ കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കയറി കുത്താനൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പൊ അതിനെതിരെ നമ്മുടെ ആരിഫ് KU മുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പല വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം അതുപോലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗൗരി ലങ്കേഷ്, കൽബുർഗി, പൻസാരൊക്കെ പറയും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ പറയാൻ കാണിക്കുന്ന പ്രാണി എത്ര പേര് ഇതേ ആളുകൾ ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ പറയാൻ സാധിക്കും? ഫാറൂഖ് എന്നോ തേജന്ദ്ര മൗലവി എന്നൊക്കെ പറയാൻ കഴിയുമെന്ന് നമ്മൾ അതിനെ ചോദിക്കാറുണ്ട്. പക്ഷേ ആ ചോദ്യം ആരും എടുക്കാറില്ല. ഇന്നിപ്പോൾ അതിലേക്ക് ഒരാളും കൂടി ചേരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും അതിന് ക്രിട്ടിക്കൽ അവസ്ഥയിലാണെന്നാണ് അറിയുന്നത്. അതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയില്ല. ഇവിടെ കുറവാണെന്നാണ് അടുത്ത പുറത്തുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. എന്താ ബ്രഹാൻസിനെ കൊന്നുകളഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയത്തില്ല. അതിനെപ്പറ്റിയൊന്നും ആരും പറയില്ല. കൽബുർഗി, ലതാ, ഗൗരി ലങ്കേഷ്കർ, അങ്ങനെ ഗോവിന്ദ പൻസാരെ ഇവരെയൊക്കെയാണ് പറയുന്നത്. ഇവരൊക്കെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർ തന്നെയാണ്. ഈ ബ്രഹാൻസൻ എന്ന് പറയുന്ന ആൾ ഇതിനകത്തൊന്നും ഉള്ള ആളല്ല. ഒരു വിഭാഗം ജനതയെ ഒറ്റപ്പെടുത്തുകയും അവോയ്ഡ് ചെയ്യുകയും കുഷ്ഠരോഗികളായതുകൊണ്ട് തന്നെ അവരിനി സമൂഹത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കുകയും ആ ഗ്രാമം തന്നെ അടച്ചുപൂട്ടുകയും ചെയ്യുമ്പോൾ മിഷണറി പ്രവർത്തനത്തിന് ഈ നാട്ടിലേക്ക് വരികയും അവരെല്ലാം സെക്യൂർ ആക്കുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്തതിന്റെ പരിണിത ഫലമായിട്ട് അവർ ആ ഒരു മതത്തിലേക്ക് ചേരുകയും ചെയ്തതിന്റെ പേരിൽ സ്വന്തം പിഞ്ച് മക്കൾക്കൊപ്പം ജീപ്പിലിട്ട് തീ വെച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ കൊടും ക്രൂരത. അതിനെപ്പറ്റി ഒരു സംസാരമില്ല, അതിനെപ്പറ്റിയൊന്നും പറയാൻ പാടില്ല. ഇപ്പൊ ഇയാളെ ചെയ്ത ഈ പറഞ്ഞ വ്യക്തിയെ ചെയ്ത എക്സ് മുസ്ലിമിനെ കുത്തി എന്ന് പറയുന്ന വിഷയമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആരായിരുന്നു ഇവൻ എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് 15 ലക്ഷം രൂപയുടെ ഒരു ഇവൻ പൈസ മോഷ്ടിച്ച കേസ്, അത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവൻ മിണ്ടിയിട്ടില്ല, അണ്ണാക്കി പിരിവിട്ട് കയറിയിരിക്കുകയാണ്. രണ്ടാമത് ഇവന്റെ ആദ്യത്തെ ഭാര്യ 8 ലക്ഷം രൂപ കോമ്പൻസേഷൻ വാങ്ങിച്ചിട്ടാണ് കളഞ്ഞിട്ട് പോയത്. രണ്ടാമത്തെ ഭാര്യയും ഇപ്പോഴും നിലനിൽക്കുന്ന ഭാര്യ എന്ന നിലയിൽ നിലനിൽക്കുന്ന ആ സ്ത്രീയെ വഞ്ചിച്ച് അവർക്ക് കുട്ടികളെ കൊടുത്തിട്ട് അതുങ്ങൾക്ക് ചെലവിന് കൊടുക്കാതെ അതിഭീകരമായ രീതിയിൽ അവന്റെ കുടുംബത്തിനെ തന്നെ ആക്രമിക്കുന്ന ഒരു വ്യക്തിയെയാണ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക, അതായത് ഇസ്ലാമിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക പരമായിട്ടുള്ള കാഴ്ചപ്പാടുകളുമായി നിൽക്കുന്ന മനുഷ്യരെ എതിർക്കാൻ ഇവറ്റകൾ കൂട്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ യൂട്യൂബറാണ്, TV പെനലിസ്റ്റ് സലീം വസ്തിക് എന്ന് പറയുന്ന ഈ വ്യക്തിയെ പറ്റി ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ന്യൂസ് വന്നത് 25 ഏപ്രിൽ 2026 പുള്ളിയെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് കുത്തിയ 2 മനുഷ്യരെ ഷൂട്ടഡ് സൈറ്റ് ആയിരുന്നു, കൊന്നുകളഞ്ഞു. അതങ്ങനെയാണ്, ഷൂട്ട് ചെയ്ത് കൊന്നുകളയാനായിരുന്നു ഉത്തരവ്. 2 പേരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന മുസ്ലിം ആർമി എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ പറ്റി അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഹി കിൽഡ് എ കിഡ്, ചേഞ്ച് നൈം, ബിക്കേം യൂട്യൂബർ, ഹൗ എക്സ് മുസ്ലിം സലീം വാസ്തിക് എവേഡഡ് പോലീസ് ഫോർ 20 years, 2 ഡിക്കേഡ്സ്, അതായത് 20 വർഷത്തോളം പോലീസിനെ തട്ടിച്ച് വെട്ടിച്ച് നടന്ന ഒരു പക്ക ക്രിമിനലായ ഒരു പൊടി മകനെ 13 വയസ്സുള്ള കുട്ടിയെ കൊന്ന ക്രിമിനലാണ്. ഈ ക്രിമിനലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാദിച്ചെന്ന് ഓർത്തണം. ഇനി ഇയാൾ എന്തിനാണ് കുട്ടിയെ കൊന്നു കളഞ്ഞത്? ഈ എളുപ്പത്തിൽ പിടികിട്ടാ പുള്ളി ആകാതിരിക്കാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷനായി പുള്ളി കണ്ടെത്തിയത് പേര് മാറ്റിയിട്ട് യൂട്യൂബർ ആവുക, എക്സ് മുസ്ലിം ആവുക, ഇതുപോലെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഗതികൾ സംസാരിക്കുക, അതിൽ കൂടെ സേഫ് സോണിൽ നിൽക്കുക എന്നുള്ളതാണ്. ഈ കുട്ടിയെ കൊന്നുകളയുള്ള സാഹചര്യം എന്താണെന്ന് അറിയാം. നിങ്ങൾ ചിന്തിക്കുന്ന മറ്റൊന്നുമല്ല, പണത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയിട്ട് പോലീസിനെ അറിയിക്കരുതെന്ന് പറഞ്ഞു. പോലീസിനെ അറിയിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവരത് മൈൻഡ് ചെയ്ത ബിസിനസ്മാൻ പോലീസിനെ അറിയിച്ചപ്പോൾ ഇവർ ആ കുട്ടീനെ അങ്ങ് കൊന്നു കളഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ടിട്ടുള്ള ഒരു സഹോദരൻ, 23 വയസ്സുള്ള ഒരു മകനെ പച്ചയ്ക്ക് കൊലപ്പെടുത്തിയ റാം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ചെറ്റ, ഇവനെ കുറിച്ചിട്ട് ഒരു വാർത്ത ഈ പറയുന്ന ഹാർപ്പിക്കോ അല്ലെങ്കിൽ ഈ എക്സ് മുസ്ലിമായിട്ട് നടക്കുന്ന ഏതെങ്കിലും തെണ്ടികൾ എവിടെങ്കിലും വന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ അതൊരു മദ്രസയിൽ ഏതെങ്കിലും ഒരു ഉസ്താദാണ് ഇതിൻ്റെ പിന്നിലായിരുന്നുണ്ടെങ്കിൽ ഇവനടക്കം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വന്നിരുന്നുകൊണ്ട് മെഴുകി അങ്ങ് മറിഞ്ഞേനായിരുന്നു. ഇവൻ്റെയൊക്കെ ഈ 1 സൈഡ് പ്രീണനം ഉണ്ടല്ലോ, ഇത് പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, അവൻ്റെ പൂർവ്വ ചരിത്രം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? ഒരു പിഞ്ചു ബാലനെ കൊലപ്പെടുത്തിയ കുറ്റവാളിയും ക്രൂരനുമായിട്ടുള്ള മൃഗതുല്യനായിട്ടുള്ള ഒരു വൃത്തികെട്ട നാറിക്ക് വേണ്ടിയാണ് നമ്മുടെ കേരളത്തിലെ ഈ എസ് മുസ്ലിം എന്ന് പറയുന്ന ഈ വേട്ടാവളിയന്മാർ വന്നിരുന്നുണ്ട്, മാധ്യമങ്ങളിൽ വന്നിരുന്നുണ്ട് കുരച്ചത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും